പോസിറ്റീവ് വാർത്ത തന്നെയായിരുന്നു. നമ്മൾ വയനാട് ഏറ്റവും ആശങ്കയുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു വയനാട് ഇറങ്ങിയ കടുവ. അതിനെ കൂട്ടിലാക്കിയപ്പോൾ തന്നെ നമുക്ക് പകുതിയല്ല മുക്കാലും സമാധാനമായി എന്ന് പറയാം. കഴിഞ്ഞ കുറച്ച് അധികം ദിവസമായിട്ട് നമ്മളെല്ലാവരും ഭയങ്കര ആശങ്കയോടെ കേട്ടൊരു വാർത്തയൊക്കെയാണ് അങ്ങനെ ആശ്വാസമായിരിക്കുന്നത്. പുൽപ്പള്ളി അമരക്കുനിയെയും പരിസര പ്രദേശങ്ങളെയും വിറപ്പിച്ച കടുവ ഒടുവിൽ കൂട്ടിലായി. ഇന്നലെ രാത്രി കൂട്ടിലായ കടുവയെ വനംവകുപ്പിന് കീഴിലുള്ള കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 10 ദിവസങ്ങൾക്ക് ശേഷമാണ് കടുവ പിടിയിലാകുന്നത്. കടുവയെ പിടികൂടിയ തൂപ്രയിൽ നിന്ന് സുർജിത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ടിലേക്ക്. അമരക്കുനി, ആടിക്കൊല്ലി, ദേവർഗദ്ദ, ഊട്ടിക്കവല തുടങ്ങിയ പേരുകൾ ഇപ്പോൾ സുപരിചിതമാണ്. കഴിഞ്ഞ 10 ദിവസമായി ഈ മേഖലയെല്ലാം തന്നെ അലോസരപ്പെടുത്തിക്കൊണ്ട് ഒരു കടുവ വിഹരിക്കുകയായിരുന്നു. 5 ആടുകളെയാണ് കടുവ ഇതുവരെ കൊന്നത്. സ്വാഭാവികമായും ഈ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്, അലോസരം ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ കടുവ കൂട്ടിലായിരിക്കുന്നു. 11:30 കൂട്ടിലായത്. കേശവൻ എന്നയാളുടെ വീടിൻ്റെ പിറകിലായി സ്ഥാപിച്ച ഇവിടുത്തെ കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയെ ഇവിടെ നിന്നും കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രദേശവാസികൾക്കടക്കം DFO നന്ദി പറഞ്ഞു. ചില തന്ത്രപരമായ നീക്കങ്ങൾ ഇതിന് നിർണായകമായി. ഈ കൂടുകൾ ആട്ടിൻകൂടിന് സമാനമായ രീതിയിലേക്ക് രൂപമാറ്റം വരുത്തി എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ദൗത്യത്തെ വിജയകരമായി എത്തിക്കുന്നതിലേക്ക് വനംവകുപ്പിനെ സഹായിച്ചത്. 11:35 തൂപ്ര ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിൽ ഈ കടുവ അകപ്പെട്ടത്. നമ്മൾ നിരന്തരമായിട്ട് കഴിഞ്ഞ 7-ാം തീയതി മുതൽ ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. 5 കൂട് നിലവിൽ സ്ഥാപിച്ചതിൽ തൂപ്ര ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ഈ കൂട് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഒരു ആട്ടിൻ കൂട് പോലെ നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട്, ഇന്നോവേറ്റീവായിട്ട് നമ്മളിന്ന് ചെയ്തിരുന്നു. ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രദേശവാസികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് ആശ്വാസം? ഏകദേശം ഒരു 10-12 ദിവസമായിട്ട് നമ്മളിതിൻ്റെ ഒരു വെപ്രാളത്തിലായിരുന്നു. എന്തായാലും ഇപ്പോൾ സാധാരണ ജനങ്ങൾക്കുള്ള അവരുടെ തൊഴിലുകളെല്ലാം ഇപ്പോൾ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലോട്ട് എത്തി. എന്താണേലും എല്ലാവിധ സഹകരണങ്ങളും നാട്ടുകാരും എല്ലാം ഇവർക്ക് കൊടുത്തു. അതുപോലെ വനപാലകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. നാട്ടുകാരുടെ നിന്നാണെങ്കിലും കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. എന്തായാലും വലിയ ആശ്വാസം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. ഇവരൊക്കെയായിരുന്നു അതിന് മുൻപതിയിൽ വലിയ തർക്കങ്ങളില്ലാതെ വനംവകുപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. തീർച്ചയായും വനംവകുപ്പിന് നമ്മൾ എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നു. അത് ഏത് സമയത്ത് നമ്മൾ വിളിച്ചാലും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല രൂപത്തിൽ പല ആളുകളും പല മുതലെടുപ്പുകൾ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഒരു ഈ പ്രദേശത്തെ ആളുകളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലം അവരിൽ നമുക്ക് കിട്ടുന്ന നിലയുണ്ടായി. അങ്ങേയറ്റം അവരെ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. ഉറക്കമൊഴിച്ചുകൊണ്ട് DFO ഉൾപ്പെടെയുള്ള ആളുകൾ ഉറങ്ങാതെ കാത്തിരുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഈ റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വാർഡ് മെമ്പർ ഇവിടെ ഒപ്പമുണ്ട്. വാർഡ് മെമ്പറെ ഇനി ആശ്വാസമായി ഉറങ്ങാം. കാരണം 12 ദിവസമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ വളരെ ഭീതിയിലായിരുന്നു. കടുവയെ കൂടിക്കയറ്റി എന്നുള്ള ആ റിപ്പോർട്ട് വരുമ്പോൾ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവിധ അഭിനന്ദനങ്ങൾ, അതായത് ഡിപ്പാർട്ട്മെൻറ്റിന്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാം അഭിനന്ദന പ്രവാഹമായിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ, അതായത് പ്രക്ഷോഭങ്ങളോ ഒന്നുമില്ലാതെ ഒരുമിച്ച് ഈ നാട്ടിലെ ജനങ്ങളും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നത് കൊണ്ടാണ് ഈ ഒരു ദൗത്യം വിജയത്തിലെത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒരുപോലെ കൈകോർത്തു. അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം വിജയകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അമരക്കുനി ചുറ്റുവട്ടത്തുള്ള പ്രദേശവാസികൾക്കിനി ആശ്വാസമായി ഉറങ്ങാം, സ്വസ്ഥമായി ജോലി ചെയ്യാം. അത്തരം കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ഈ കടുവ പിടിയിലായതോടുകൂടി പറയുവാനുള്ളത്. മനു ദാമോദരനൊപ്പം അമരക്കൊല്ലിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24. അപ്പോൾ ഏതായാലും ദിവസങ്ങൾ നീണ്ട അവരുടെ ആശങ്കയ്ക്ക് പരിഹാരമായിരിക്കുന്നു എന്നുള്ളത്. എത്ര ദിവസമായിട്ട് അവർ പുറത്തിറങ്ങാതിരിക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലായിരുന്നു, ഒരു പണിക്കും പോകാൻ പറ്റുന്നില്ല. 12 ദിവസമായി ഇവർ 5-6 ആടുകളെ കൊന്നു. എന്നിട്ട് അവസാനം ഇന്നലെ രാത്രിയാണ് കടുവ കൂട്ടിലായത്. എന്തായാലും പ്രദേശവാസികളെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ ആശ്വാസം ആയിട്ടുണ്ട്.